പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ അവരുടെ ഇനിയുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അവർക്ക് നേരിട്ട ഒരു മാനസികാഘാതമുണ്ട്. പക്ഷേ ശരീരത്തിന് ഏറ്റ മുറിവിനേക്കാൾ അവർ നേരിട്ട ആ ഒരു മാനസികാഘാതം അത് തന്നെയാണ് ഏറ്റവും ഇനി ഭീതിതമായിട്ട് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു കാര്യം തന്നെ. പക്ഷേ അവർക്കൊപ്പം ചേർത്ത് നിർത്തി കേരളം കൂടെയുണ്ട്. എന്നാലും മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും അത് തന്നെയാണ്, കേരളീയ മനസ്സിനേറ്റ ഏറ്റവും വലിയൊരു ആഘാതം തന്നെയാണ് ഈ വയനാട് ദുരന്തം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനെ ഒറ്റക്കെട്ടായി അതിജീവിക്കാമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 17 ക്യാമ്പുകളിലായി 3000-ഓളം ആളുകളെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇത് അവിടെ ഒരു സൗകര്യം അടക്കം കാര്യങ്ങൾ അവർക്ക് വേണ്ട ഇനിയുള്ള നടപടികളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെയാണ്. കാരണം ഈ ഒരു തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല, അത് അങ്ങനത്തെ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിലെ സൗകര്യങ്ങളെല്ലാം തൃപ്തമായിട്ടാണോ അവരവിടെ ഉള്ളത്? എന്തൊക്കെയാണ് ഇപ്പോൾ ക്യാമ്പുകളിലെ ഒരു സാഹചര്യം? 17 ക്യാമ്പുകളാണ് ഈ മേപ്പാടി മേഖലയിലെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. 17 ക്യാമ്പുകൾ വിവിധ സ്കൂളുകളിലും മറ്റ് കെട്ടിടങ്ങളിലുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിലെല്ലാം കഴിയാവുന്നത്ര സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ നേരിട്ട് ആ കാര്യത്തിൽ VR മേഘശ്രീ നേരിട്ട് വിലയിരുത്തി കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മേൽനോട്ടത്തിനായി മന്ത്രിമാരുടെ ഉപസമിതി ഇവിടെയുണ്ട്. വയനാടിന് ചുമതലയുള്ള മന്ത്രി OR കേളു എല്ലാ ക്യാമ്പുകളിലും എല്ലാ ദിവസവും നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. ഇത്തരത്തിൽ ക്യാമ്പുകളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല, അപര്യാപ്തതകളില്ല. ഭക്ഷണം മറ്റും കാര്യങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അവിടേക്ക് സാധനങ്ങളും സഹായപ്രവാഹവും എത്തുന്നുണ്ട് എന്ന കാര്യവും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഇവിടെയല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നു, കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നു, മരണസംഖ്യയുടെ കാര്യത്തിൽ ഒരു അന്തിമ വിലയിരുത്തലിലേക്കും മറ്റും എത്തും. എന്നാൽ അത് കഴിഞ്ഞാൽ ഏപ്രിൽ 30 പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടൽ ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ എത്ര കാലം ഈ ആളുകളെ അവിടെ നിന്ന് വലിച്ചെറിയപ്പെട്ട ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തോടുകൂടി വീടും ഉറ്റവരും ഒന്നും ഇല്ലാതായ ആളുകളെ എങ്ങനെ ഇനി അവരുടെ ജീവിതം മുന്നോട്ട് പോകും എന്നതാണ് യഥാർത്ഥ പ്രതിസന്ധി. കേരളം ഒറ്റക്കെട്ടായി ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടെങ്കിലും ഈ ദുരന്തത്തിന് ഇരയായവരുടെ മാനസിക ആഘാതം, അവരുടെ നഷ്ടം, അതൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു നഷ്ടമാണ്. ഈ ആളുകളെ ഉറ്റവരെ നഷ്ടപ്പെട്ടു, പിറന്ന മണ്ണും വീടും ഒന്നുമില്ല, ഒരു തരി പോലുമില്ല, മാറിയുടുക്കാൻ ഒരു തുണി പോലും ഇല്ലാത്ത നിരവധി ആളുകളെയാണ് നമ്മൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും വെള്ളരിമലയിലുമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രയ്ക്കും ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ ദുരന്തം ഇവിടെ ജീവിച്ച ആളുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്ര കാലം ഈ ക്യാമ്പിൽ തുടരാൻ കഴിയും? മാത്രമല്ല പ്രായമായ പെൺകുട്ടികളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവർ, അവർക്കൊക്കെ അവരുടെയൊക്കെ സ്വകാര്യതയൊക്കെ കൂടി മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പിൽ എല്ലാവരും ഒന്നിച്ചു കഴിയുമ്പോൾ അതൊക്കെ എത്രത്തോളം കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്കകൾ അവർക്ക് തന്നെയുണ്ട്. അത് ജില്ലാ ഭരണകൂടവും തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. ക്യാമ്പുകൾ എത്ര കാലം തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാരിനും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ മറ്റ് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ച് വാടക വീടുകളിലേക്കും മറ്റും എത്തിക്കാനുള്ള നടപടികൾ ഈ തെരച്ചിൽ മറ്റും പൂർണ്ണമായ ശേഷം സർക്കാർ അതിലേക്ക് കടന്നേക്കും. ഇപ്പോൾ സർക്കാർ ആദ്യം ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഇപ്പോൾ ഈ പൂർണ്ണമായി തെരച്ചിൽ, അതായത് കാണാതായവരുടെ തെരച്ചിലിനുമാണ് പ്രാമുഖ്യം നൽകുന്നത്. അതിനുശേഷമായിരിക്കും സർക്കാർ ഈ പുനരധിവാസം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അങ്ങനെ കടക്കുമ്പോൾ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് വാടക വീടടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ആലോചനയാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹവും ഈ വാടക വീടുകൾ എടുത്തു നൽകാനുള്ള സഹായം നൽകുമെന്ന കാര്യം ഈ രാഹുൽ ഗാന്ധിയും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ വീട് വെച്ച് നൽകാനും ഒക്കെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ചെയർമാൻ റോയ് അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഈ പുനരധിവാസ സ്ഥലമടക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം നടപടികളിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഇനി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ പ്ലാനും പദ്ധതിയുമൊക്കെ തയ്യാറാക്കണം. അതനുസരിച്ചായിരിക്കും. അപ്പോൾ അത് ഒരല്പം താമസം എടുക്കും ഇത്തരം നടപടികൾ മുന്നോട്ട് വരാൻ. അതുവരെ ഇവരെ ഈ വാടക വീടുകളും മറ്റും പാർപ്പിക്കുന്ന കാര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ ക്യാമ്പുകളിൽ അപര്യാപ്തതകളില്ല, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അവിടെ കഴിയുമ്പോൾ അവരുടെ വേദന അവർക്ക് ആരോടും പങ്കുവെക്കാൻ പല വീടുകളിലും ഒരാളായിട്ടൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ഈ നേരത്തെ അഷിൻഡിയാഗോ മേപ്പാടി ഈ കമ്മ്യൂണിറ്റി ഹാളിലെ കാര്യം പറഞ്ഞു. അവിടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത 10ഓളം മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. ഈ തിരിച്ചറിയാൻ ചില വീടുകളിൽ ആരുമില്ല ഇവരെപ്പറ്റി തിരിച്ചറിയാൻ. ഇവരെ കാണാതായി എന്ന വിവരം അറിഞ്ഞ് അന്യനാടുകളിൽ നിന്നും മറ്റും ആളുകൾ വയനാട്ടിലേക്ക് എത്തുകയാണ്. അവരുടെ കയ്യിൽ സമീപ ദിവസം ഇവരുണ്ടായിരുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റ് യാതൊരു കാര്യങ്ങളുമില്ല തിരിച്ചറിയാൻ. ഇനി ആകെയുള്ളത് DNA പരിശോധനയിലൂടെ തിരിച്ചറിയുക എന്നത് മാത്രമാണ്. അതിനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 74 തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണമാണ് ഇന്നലെ കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ രാത്രിയോടെ സംസ്കരിച്ചത്. മന്ത്രി OR കേളുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ, മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ. ബാക്കിയുള്ള 71 മൃതദേഹങ്ങൾ കൂടി ഇനി
ഈ സംസ്കരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കാൻ ആളുകളില്ലാത്ത മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്ന സർക്കാർ ആചാരപരമായ ചടങ്ങുകൾ പാലിച്ചുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ മറ്റും പൂർത്തിയാക്കുന്നു. ഈ പുനരധിവാസമാണ് ഇനി സർക്കാരിന് മുമ്പിലുള്ള വലിയ കടമ്പ. ഒപ്പം തന്നെ ഈ ദുരന്തത്തിന് നേർസാക്ഷികളായ ആളുകളുടെ മാനസികമായി ആഘാതം കുറയ്ക്കാനുള്ള കൗൺസിലിംഗ് പോലുള്ള നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഈ കൗൺസിലിംഗും മറ്റുമായി ആളുകൾ ക്യാമ്പുകൾ, ഈ സൈക്കോളജിസ്റ്റുകൾ മറ്റും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് ചില നിർദ്ദേശങ്ങളും മറ്റും നൽകിയിരുന്നു. അവരിവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം നടപടികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ നഷ്ടം സംഭവിച്ച ആളുകളുടെ ആഘാതം വളരെ വലുതാണ്. അവർക്കുണ്ടായ നഷ്ടം നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. ശ്രീജിത്ത്, നമുക്കറിയാം ഈ പുനരധിവാസത്തോടൊപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സംഭാവനകൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേർ സഹായം നൽകുന്നത്. ഈ സഹായങ്ങൾ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ സാധന സാമഗ്രികളും കളക്ഷൻ പോയിന്റുകളിൽ കൃത്യമായി എത്തിക്കുന്നുണ്ട്. ശ്രീജിത്ത് നിൽക്കുന്നത് കൽപ്പറ്റ ടൗണിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ കൽപ്പറ്റയിൽ ഉൾപ്പെടെ പോലീസ് കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു, അനാവശ്യ വാഹനങ്ങളെ വയനാട്ടിലേക്ക് കടത്തിവിടാതെയുള്ളത്. ഇന്നിപ്പോൾ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് അവിടെയുള്ളത്? വാഹനങ്ങളെ കൃത്യമായി തന്നെയാണോ കടത്തിവിടുന്നത്? ഈ സാധന സാമഗ്രികൾ എത്തിക്കുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സാധന സാമഗ്രികളും റിലീഫ് മറ്റ് നടപടികൾക്കുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല. എന്നാൽ ഈ സാധനങ്ങൾ ഇറക്കി വാഹനങ്ങൾ കൃത്യമായി തിരിച്ചു പോകണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം ഈ ചൂരൽമല മേഖലയിലേക്കുള്ള റോഡ്, മേപ്പാടിയിൽ നിന്നുള്ള റോഡ് വളരെ ചെറിയ ഒരു റോഡാണ്. ഇപ്പോഴാണ് അടുത്ത കാലത്താണ് ഒരു അല്പം വീതി കൂട്ടിയത്. എങ്കിലും പല ഭാഗത്തും നന്നേ വീതി കുറഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും കൂടി വന്നാൽ ഈ ചൂരൽമല മേഖലയിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മാധ്യമ വാഹനങ്ങളടക്കം 3 കിലോമീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്ത് നടന്നാണ് നമ്മൾ ഈ ദുരന്ത മേഖലയിലേക്ക് നമ്മുടെ റിപ്പോർട്ടർമാർ, ഞാനടക്കമുള്ള റിപ്പോർട്ടർമാരൊക്കെ ഇന്നലെ പോയത്. അങ്ങനെ 3-4 കിലോമീറ്റർ വാഹനം ഇട്ടിട്ട് നടന്നാണ് പോകുന്നത്. എന്നാൽ ഈ വെള്ളം, മറ്റ് റിലീഫ് സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ കൽപ്പറ്റ ടൗണിലും പരിശോധനയില്ല. എന്നാൽ ഈ കോഴിക്കോട് റോഡ് വന്ന് കയറുന്ന ചുണ്ടൽ ഭാഗത്ത് ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ പോലീസ് കൃത്യമായ പരിശോധന നടത്തിയാണ് ആളുകളെ അകത്തേക്ക് വിടുന്നത്. ആവശ്യമില്ലാത്ത ഒരു കാഴ്ചക്കാരായി ആളുകൾ അവിടേക്ക് വരുന്നത് തടയുകൂടി ലക്ഷ്യമാണ്. കാരണം ഇപ്പോൾ ഈ ക്യാമ്പ് അവിടെ മൊത്തം ദുരന്തം ഉണ്ടായ സ്ഥലമാണ്. അവിടെ മൊത്തം ആകെ ഈ എല്ലാ ആളുകൾ കൂടി എത്തിയാൽ അവരുടെ സുരക്ഷ കൂടി അവതാളത്തിലാകും എന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ സർക്കാർ അനുവദിക്കാത്തത്. എന്നാൽ റിലീഫ് സാധനങ്ങളുമായി, ദുരിതാശ്വാസ സാധനങ്ങളുമായി വരുന്ന ആളുകൾക്ക് ഒരു തടസ്സവുമില്ല. അവരെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോലീസ് യഥേഷ്ടം അയക്കുന്നുണ്ട്.